ഇത് മമ്മിക്കുള്ളൊരു വമ്പൻ സർപ്രൈസാണ്. ഞാൻ ഭയങ്കര 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 എക്സൈറ്റഡ് ആണ്. പള്ളിയിൽ എവിടെയെങ്കിലും വെച്ച് അല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് ഫസ്റ്റ് ആയിട്ടും പിന്നെ പൊന്നിന്റെ ഫ്രണ്ട് പോലും അല്ല. പൊന്നിന് ഒരു മൈൻഡിലല്ല. ഹേ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടാക്കസ്ട്രി. ഇന്ന് ഭയങ്കര അടിപൊളി ഒരു ഡേ ആണ്. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് വീട്ടിലേക്ക്. അതുകൊണ്ട് നമ്മൾ വീട് ഫുൾ ക്ലീനൊക്കെ ആക്കിയിട്ട് ആ ഗസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഗസ്റ്റ് വേറെ ആരും അല്ല, എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ കൂടെ ഡിസ്റ്റി പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾ ഇന്ന് വീട്ടിലേക്ക് വരാണ്. ഏത് ഈ വർഷത്തെ അല്ലേ? പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ വർഷത്തെ ഫസ്റ്റ് ഗസ്റ്റാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. എനിക്ക് അകത്ത് നിന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി പറയണത്. എൻ്റെ ഫ്രണ്ടൊന്നല്ല വന്നത്. ഇത് മമ്മിക്കുള്ളൊരു വമ്പൻ സർപ്രൈസാണ്. മമ്മിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, 36 വർഷമായി മമ്മി കണ്ടിട്ട്. അപ്പം മമ്മിക്ക് അവിടെ ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ തപ്പിക്കണ്ടുപിടിച്ച്, നിങ്ങളതെന്തായാലും കണ്ടിട്ട് പോയോ, കണ്ടുപിടിച്ച് രീതിയും സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോയോ. ഇന്നത്തെ കാലത്ത് കുറേ സ്പാമും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതാണ് പ്രശ്നം. പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കണ്ടേ. ഏമി ഫോൺ എടുക്കണില്ല. ആന്റി 1986-87 ബാച്ച് ആയിരുന്നില്ലേ? ഇല്ലല്ലോ, സെന്റ് ഫ്രാൻസിസിലോ ആണോ? അപ്പൊ ആള് മാറി. ഓ സോറി. ഇതിന്റെ കീ സൗണ്ട് വരുമ്പോ എന്റെ ഹാർട്ട് ബീറ്റ് ആണ് ഇരിക്കണേ. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് തന്നെയാണോന്ന് അറിയാൻ പാടില്ല. നോക്കാം. ഹലോ, എന്റെ പേര് റോസ് എന്നാണ്. ഞാൻ സംസാരം പറഞ്ഞിട്ടുള്ള ആന്റിയുടെ അടുത്താണോ? ഞാനൊരാളെ അന്വേഷിച്ച് ഇറങ്ങിയതായിരുന്നു. എൻ്റെ ഒരു മമ്മിയുടെ ഒരു പണ്ടത്തെ ഫ്രണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ ആന്റിയുടെ മോളാന്ന് തോന്നുന്നു. അപ്പൊ ആ ചേച്ചിയായിട്ട് ഭയങ്കര സിമിലാരിറ്റി വന്നു. എല്ലാ ഡീറ്റെയിൽസും കൂടെ വെച്ച് മാച്ച് ചെയ്തിട്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഫോട്ടോ ഒന്നുമില്ല ആള് തന്നെയാണോന്ന് കൺഫേം ആക്കാൻ. അപ്പൊ എനിക്ക് ആന്റിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഉണ്ട് അടുത്ത്. എന്നിട്ട് പിന്നെ സ്റ്റാറ്റസ് ഇട്ട് എനിക്ക് എന്നിട്ട് കുറെ പേര് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നമ്പർ കിട്ടിയതാ. കഴിഞ്ഞിട്ട് 3-4 ദിവസമായി നമ്പർ കിട്ടാൻ വേണ്ടി. എന്നിട്ട് ലാസ്റ്റ് ഇല്ല, ഞാൻ വിളിച്ചിട്ട് മമ്മിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്നുള്ളൊരു രീതിക്ക് സെറ്റ് ചെയ്തോ. ഹലോ എന്റെ പൊന്നെ, ഹലോ. ഞാൻ ആന്റിയുടെ അന്വേഷിച്ച് ഞാൻ ചോദിക്കാത്ത ആൾക്കാരില്ല. എത്ര ദിവസമായതറിയോ. പക്ഷെ ആന്റി ആണോന്ന് എനിക്കത് കൺഫേം ആക്കണം. എനിക്ക് ആന്റിയുടെ ഫോട്ടോ ഒന്നുമില്ല. എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് അറിയാവുന്ന, എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ പറയാം. എന്തുവാണ് തോന്നുന്നു പറഞ്ഞത്, ഓർമ്മയുണ്ടോ? എന്റെ പൊന്നാന്റി എന്റെ അടുത്ത് എപ്പൊ നോക്കിയാലും പറയും എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് റീസെന്റ് എന്റെ അടുത്ത് ഒന്നുകൂടെ പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത് മമ്മി അത് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു മമ്മി അത് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ, അത് കിട്ടലാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഐസായിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിന്റെ സ്റ്റാറ്റസ് ഇട്ട് എത്ര പേരാന്നറിയാമോ അന്വേഷിച്ചോണ്ടിരുന്നത്. ഞാൻ ഓസ്ട്രേലിയയില്. നിങ്ങൾ രണ്ടുപേരും കരയുന്ന കൂട്ടത്തിലാന്ന് തോന്നണില്ല. ഞാൻ വേറൊരു സർപ്രൈസ് കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതിനും കൂടിയാ വിളിച്ചേ. ഞങ്ങള് നാട്ടിൽ വന്നുണ്ട് ഡിസംബറിൽ. പക്ഷെ മമ്മിക്ക് ഒരു ഐഡിയ ഇല്ല ഞങ്ങൾ നാട്ടിൽ വന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും കൂടിയാണ് ഞാൻ വിളിച്ചത്. അപ്പൊ ഇതിലൊക്കെ എന്റെ ഫ്രണ്ടിന്റെ മമ്മി വന്നുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കാം. എന്നിട്ട് ഇപ്പൊ മനസ്സിലാവോന്ന് നോക്കാം ഫേസ്. എന്റെ പറയാ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മമ്മി സുഖമായിട്ടിരിക്കണോ, അടിപൊളിയായിട്ടിരിക്കണോ, കൊഴപ്പൊന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടാ. അച്ഛടാ ഓ ആന്റി കറിയല്ലേ. ഞാനിങ്ങനെ
അയ്യോ അത് കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ ലൈക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്തോ ഒരു പേര് ഹെൽപ്പ് ചെയ്തു അറിയാം എനിക്ക്. ഞാൻ ഇന്നേ വരെ കാണാത്ത ആൾക്കാർ വരെ ഹെൽപ്പ് ചെയ്തു. ആന്റീനെ എല്ലാരും കാണുമ്പോൾ ചോദിക്കും ഒരു കൊച്ചന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ല എന്നെ അങ്ങനെ നോക്കണുണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. 5ാം ക്ലാസ് തുടങ്ങി ഭയങ്കര കൂട്ടായിരുന്നു. കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് സുനിതയുടെ മോനെന്താ ജോലി? എന്താ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. കുറച്ച് ദിവസമായി ഇവിടെ ഒരാഴ്ചയായി ഇതിന്റെ പുറകെ നടക്കണത്. ഒരുപാട് കൊച്ചു പണിത് കേട്ടോ. ഒരുപാട്. അപ്പം അങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഇന്ന് അവരെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ആൻറ്റിയുടെ മോളും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ മമ്മിക്ക് ഒരു ഐഡിയ ഇല്ല. മമ്മി 36 വർഷമായിട്ട് കാണാണ്ടായിട്ടുള്ള, ഇതുവരെ കാണാത്ത, 36 വർഷമായിട്ട് കാണാത്ത മമ്മിയുടെ ഫ്രണ്ടാണ് വന്നത്. നമുക്ക് ഒരു ഐഡിയ ഇല്ല. മമ്മി സ്റ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല എൻ്റെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചില്ലല്ലോ ചോദിച്ചു നോക്കട്ടെ മമ്മി എന്താ പറയാനാണ്. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ പോലും പൊന്ന് സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. മമ്മി നല്ല അടിപൊളി അപ്പവും താറാവ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അവർ കഴിക്കാമോ അറിയാൻ പാടില്ല. നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസൊക്കെ സെറ്റാക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കണേ. അങ്ങനെ മമ്മിയും കണ്ടിട്ടില്ല എൻ്റെ ഫ്രണ്ടിനെ. അപ്പം നമ്മളെല്ലാവരും, ഞാൻ ഓൾറെഡി കണ്ടേണതാണല്ലോ, എൻ്റെ ഫ്രണ്ടാണല്ലോ. പക്ഷെ ഇവരെന്തേലും കണ്ടിട്ടില്ല. പൊന്നു ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ബിസിയാണ്. അപ്പൊ എന്തായാലും ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരട്ടെ. മമ്മി എക്സൈറ്റഡ് ആണോ എന്റെ ഫ്രണ്ടിനെ കാണാൻ? അല്ല മമ്മി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കല്യാണത്തിനൊന്നും ഉണ്ടായില്ല. ഇല്ല, അവള് ബാംഗ്ലൂരായിരുന്നു. ഇല്ല, അവളില്ലാത്തോണ്ട് അവളുടെ അമ്മയ്ക്കൊക്കെ വരാനായിട്ട് പറ്റില്ലായിരുന്നു. ആന്റി ഒറ്റയ്ക്ക് വരണ്ടേ, അതുകൊണ്ട് വന്നില്ല. അവളെന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം കാണുന്നോണ്ടൊന്ന് മെനക്കൊക്കെ ഒന്ന് നിക്കണം. എല്ലാവരും മെനക്കൊക്കെ ഒന്ന് നിക്കണം. ഈ ഷീറ്റൊക്കെ മാറ്റണം. ഞാൻ നല്ല അടിപൊളി നീട്ട് ക്രിയേറ്റിവിറ്റി. എങ്ങനെയുണ്ട്? ഞാൻ ഭയങ്കര എക്സൈറ്റഡാ മമ്മിയുടെ എക്സ്പ്രഷൻ കാണാൻ. അപ്പം എന്തായാലും സമയം 10 മണിയൊക്കെ കഴിഞ്ഞ് 10:30 ആകുമ്പോഴേക്കും അവർ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം. നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ അവർ വന്നിട്ടാണ് ഫുഡും സംഭവങ്ങളൊക്കെ വയ്ക്കത്തുള്ളൂ. അപ്പം ഞാൻ പടയിൽ നിന്ന് റെഡി ആയിട്ട് വേഗം വരാം. അപ്പം ഞാൻ എന്തായാലും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ റെഡി ആയിരിക്കുന്നത് മാച്ചിങ് ആണ്, ബ്രൗൺ. അപ്പം നമ്മളെ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മമ്മീനെ ഞാൻ റെഡിയാക്കി. മമ്മി പൗഡർ ഇട്ടോളൂ എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു കൊടുത്തു. മമ്മിക്ക് ഭയങ്കര നാണക്കേട്, വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ റെഡി ആകുമെന്നൊക്കെ കാണിച്ചാൽ. മമ്മി നോക്കൂ. ഇത് വേണ്ട മമ്മി. മമ്മി കണ്ടിട്ടുണ്ടാവില്ല. ചേച്ചി ലൈറ്റ് കല്യാണത്തിനുണ്ടായില്ല. കാരണം ഇവൾക്ക് വരാൻ പറ്റിയില്ലല്ലോ. അവര് ബാംഗ്ലൂരായിരുന്നേ. അപ്പൊ അതുകൊണ്ട് എനിക്കും വരാൻ പറ്റിയില്ല. പള്ളിയിൽ എവിടെയെങ്കിലും വെച്ച് അല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? അല്ല പറവൂരുള്ളതാ. ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? ആലുവയിലായിരുന്നു എന്റെ വീട്. അതാരാ കണ്ണന്റെ മമ്മി? എന്റെ സ്മിതയെ കണ്ടിട്ടുള്ള മനസ്സിലായി.
സുരിതാണ് പക്ഷെ ഒത്തിരി മാർക്കും എന്റെ ഫ്രണ്ട് വലിയ കഥയുണ്ട്. ഇന്നലെ പറഞ്ഞോളൂ, ഇന്നലെ വൈകുന്നേരം പറഞ്ഞോളൂ. ഞാൻ കുറച്ച് ദിവസങ്ങളായി അറിയുന്നു, എന്നോട് വിളിച്ച് പറഞ്ഞു. ഒരു മാസമായി തോന്നണല്ലേ ആന്റി? എല്ലാവരോടും ഞാൻ സംസാരിച്ചു. അങ്ങനെ പോകാം, നമുക്ക് പാസ്പോർട്ട് ഓഫീസ് അവിടെ ഉള്ള അവരൊക്കെ അവിടെ മാറി ടീച്ചർ വേറെ എപ്പോഴും ഓർക്കും. ഞാൻ പിള്ളേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് സുനിത മാറിപ്പോ മമ്മി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു മറക്കണ്ട. എനിക്ക് കാലിന് കെട്ടൊക്കെ എനിക്ക് കാണാൻ ഏറ്റവും ആഗ്രഹിച്ചു. എന്തോരം നമ്മ അല്ലേ? അതെ, 5ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ, 10ാം ക്ലാസ് പിന്നെ സെന്റ് സേവിയർസ് തന്നെ അല്ലേ? ഫസ്റ്റ് ഇയർ ആയിരുന്നു കല്യാണം, അതോ സെക്കൻഡ് ഇയർ? കല്യാണം വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞപ്പേ ഞാൻ പെട്ടെന്ന് ചിരിച്ച്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്മിത ഇങ്ങനെ മനസ്സിന് ഓർത്ത്. അപ്പൊ ഞാൻ എന്നെ മനസ്സിലാവുന്നാവോ, എന്നെ അറിയുന്നുണ്ടാവില്ല എന്തിങ്ങനെ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി അപ്പൊ തന്നെ മമ്മി അപ്പൊ സ്മിതനെ ഓർത്തല്ലേ? സത്യം എന്റെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒന്ന് എവിടെ കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ടോ? എന്റെ മോന്റെ കൊച്ചു പലപ്പോഴുണ്ടായിരുന്നു. ചട്നിയുടെ ഇത്, ഒരു ചേട്ടന്റെ വീടാണ് ഇത്. മമ്മിയുടെ ഫ്രണ്ടിനെ കണ്ടുകഴിഞ്ഞിട്ട് എല്ലാം മറന്നു. അതുകൊണ്ട് മമ്മി മറന്നു എപ്പോൾ ഉണ്ടാക്കണ കാര്യം. എൻ്റെ പറഞ്ഞു റോസ് വാഴ എന്താണ് കറി ചൂടാക്കിക്കോളാൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ കറി പാത്രമൊക്കെ എവിടെയാണെന്ന് പോലും അറിയാൻ പാടില്ല. കറി ചൂടാക്കാൻ വെച്ച് ബിരിയാണി ചൂടാക്കാൻ വെച്ച് പൊന്നെ എങ്ങനെയാണ്ടൊക്കെയോ ചട്ടി കട്ടുപിടിച്ച് പപ്പടം വറുക്കാൻ പോവാണ്. മമ്മി ഉപേക്ഷിച്ച് ഞങ്ങൾ മമ്മിയുടെ ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ മമ്മി ഉപേക്ഷിച്ച് ഞങ്ങൾ. മമ്മിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ എന്താണെന്ന് ചോദിച്ചേക്കാട്ടെ. എൻ്റെ ഫീലിങ്സ് ഒക്കെ കഥ പിന്നെ പറയാം. മമ്മി ചിത്രമായിട്ട് അതിന് വെളിച്ചെണ്ണ ചൂടായിട്ട് എൻ്റെ പപ്പടം വറക്കണേ അല്ലേ? ഓക്കെ. ഈ അപ്പം ഇപ്പം ചൂടാക്കണമോ? അപ്പം എന്ത് ചെയ്യും? ചൂടാക്കണോ? കറി ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഒരു ചൂടാവിടെ നമുക്കൊന്ന് കുറച്ച് വയ്ക്കാം. നല്ല വീർത്ത പപ്പടം. അയ്യോ അടിപൊളി. കളിക്ക് സാ. അങ്ങനെ പിന്നെയും പുൻതൂവൽ സമർപ്പിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായി. ഞാൻ പറയായിരുന്നു മമ്മിയുടെ ഫ്രണ്ടിനൊക്കെ ഇപ്പൊ മമ്മിയെ കൂടെ ഉപേക്ഷിച്ചു. പാത്രം പോലെ എവിടെ അറിയാൻ പാടില്ല. ഇത്രയും വേണ്ടായിരുന്നു. അടുപ്പിരുന്നോ? ഞാൻ കൊണ്ടുവരാം. ചില സമയങ്ങളിൽ അടുപ്പിരുന്നോ? മമ്മിയുടെ വീട്ടിൽ പോയി മമ്മി എന്താണ്ട് പറഞ്ഞു. മമ്മി എന്നെ ചോദിച്ചു. മമ്മി എന്നെ അത്തരം പറഞ്ഞു. മമ്മി പോയി ഫാൻ ഓഫ് ചെയ്തിട്ടാണ് പപ്പടം നടത്തു വരും. അല്ല മിഠായിരിക്കില്ലേ ഫസ്റ്റ് കോഴ്സ് പോട്ടെ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഇല്ലാതെ ടിഷ്യൂ, പിന്നെ കുറച്ച് പപ്പടവും, മെയിൻ കോഴ്സ് ബിരിയാണി, സാലഡ്, പാലപ്പം, മമ്മി ഉണ്ടാക്കിയ താറാവ് കറി, അച്ചാറും. ഇതാണ് ടേബിൾ. എല്ലാവർക്കും പാത്രം കൊടുക്കും കേട്ടോ. ഒരുമിച്ച് ഒരു ഇച്ചിരിയെങ്കിലും കഴിക്കാം. അപ്പം ഇച്ചിരിയെങ്കിലും കഴിക്കാം. കല്യാണത്തിൻ്റെ ആൽബം. ഞങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞ അമ്മേനെ ഇങ്ങനെ വിളിക്കും, ഫോൺ വിളിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ചോച്ചാന്ന് വിളിക്കുന്നത്, ചോച്ചമ്മേനെ. ചോച്ച വിളിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഫോണൊക്കെ ചാർജ് ചെയ്തിട്ടേ കേട്ടോ. ആരാ എന്താന്ന് അറിയാൻ പാടില്ല. വിളിക്കണ ഓസ്ട്രേലിയയിൽ നിന്ന്.
അമ്മയൊക്കെ ശരിയാക്കിയിട്ട് അപ്പം ഉച്ചയ്ക്ക് ഫോൺ വിളിച്ചോണ്ടിരുന്നപ്പോൾ അപ്പം എനിക്ക് തോന്നി ഞാൻ വെറുതെ ഗോണിയിൽ വന്നിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നേ അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ സ്മിതയാണോ എന്നൊക്കെ ഇങ്ങനെ. അപ്പം എനിക്ക് ചുമ്മാ സുനിത എൻ്റെ മനസ്സിൽ ആദ്യം വന്നതാ, സുനിതയുടെ ആരെങ്കിലും ആയിരിക്കും അന്വേഷിച്ച്. അതെന്താ ഇങ്ങനെ തോന്നിയെന്നറിയാം. ഞാൻ വേഗം താഴെ ഇറങ്ങി വന്നു. ഞാൻ അമ്മ ആരാ എന്താന്ന് ചോദിച്ചു. അപ്പോഴേ നിന്നെയാണ് ഈ അന്വേഷിക്കണത്, എന്നെയല്ല. അപ്പം ഞാൻ ഫോൺ എടുത്ത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡീറ്റി അത് എൻ്റെ ഇവിടെ പറയണതാണ്. എനിക്ക് ആരുമില്ല ഒരു ഫ്രണ്ട് എന്ന് പറയാനായിട്ട്. എത്ര നേരം ഇനിയിപ്പോ ഇരിക്കേണ്ട വരോ? അല്ല ഞാനും നേർന്നുണ്ട് തോന്നുന്നു. ഞാനും നേർന്നുണ്ട് നമുക്കവിടെ ഇരിക്കാം. അത്രയും ആഗ്രഹം കാണണമെന്ന്. അപ്പൊ ഇവനിടയ്ക്ക് കളിയാക്കും, കണ്ടിട്ട് എന്തിനാണ്, കണ്ടിട്ട് എന്താ ചെയ്യാൻ പോണേ. വെറുതെ ഇങ്ങനെ ഫോണൊക്കെ വിളിക്കാലോ നമുക്കൊരു. പിന്നെ ഫ്രണ്ട്സ് ഉള്ളവർക്ക് അതിന്റെ വില മനസ്സിലാവില്ല. അതേപോലെ ഞങ്ങൾക്ക് കൊറേ ഫ്രണ്ട്സ് ഒന്നുമില്ല. സാവി സിസി ആ ബുള്ളറ്റിന്ന് മഞ്ഞ ലുക്കൊക്കെ കടച്ച എന്റെ മോനെ സാവി സിസി ഇന്നലെ ഞങ്ങളൊന്ന് മുപ്പിച്ച് എടുക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ മുഴുവൻ കിട്ടിയില്ല. വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയിട്ടാ. കണ്ടപ്പോ എന്തെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നോ? രണ്ടുപേരും കാണുക ഞാൻ അറിഞ്ഞു വന്നോണ്ട് കൊറേ നേരം കഴിഞ്ഞപ്പോ ഇങ്ങനെ പതുക്കെ ചുണ്ടിന്റെ അവിടെ കൊണ്ടൊക്കെ പഴയ കൊച്ചിട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഞാനെപ്പോഴും പിള്ളേരോടൊക്കെ പറയായിരുന്നു ഇങ്ങനെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ നേർച്ച ഇതാക്കാൻ പോണം. മറന്നുപോയിട്ടുണ്ടാവും. അതൊക്കെ വേറെ ലെവലിലൊക്കെ എന്തെങ്കിലുണ്ടാവൂലേ. ഞാൻ പ്രധാനമന്ത്രിയാവുന്ന നന്നായിട്ട് പഠിക്കുമായിരുന്നേ. ഞാനൊക്കെ വെറുതെ പറയുന്നത്. അപ്പൊ അന്നത്തെ പഠിപ്പിച്ചിട്ട് ടോപ്പായിരുന്നു. ശരിക്കും ഒന്നൊന്ന് പോസേ, വീഡിയോ ആണ്. പോസേ സെറ്റ്. ദേവദാരു പൂത്തെന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. ഇവിടെ എവിടെയായിരുന്നു കളരി? എവിടെയായിരുന്നു? ബൈ ബൈ. കിട്ടിയില്ല, ഒന്നുകൂടി മോടക്കണ്ട. ഓക്കെ ടാറ്റ ബൈ ബൈ. ടാറ്റ. ടാറ്റ കൊടുക്കോമി. അവരുടെ കൂടെ ആക്കിയിട്ട് ഇങ്ങോട്ട് പോരെ? അല്ല, മമ്മീനെ വേണമെങ്കിൽ അവരുടെ കൂടെ ആക്കിയിട്ട് പോകാളെ. ഇനി നമ്മളൊന്നും വേണ്ട മമ്മിക്ക്. ആലോചിക്കട്ടെ, നമ്പറൊക്കെ അയച്ചു തരണോന്ന്. ഞാൻ കുറച്ച് നിബന്ധനകളൊക്കെ വയ്ക്കാം. അതൊക്കെ നടത്തി തരാണെങ്കിൽ ഞാൻ നമ്പർ അയച്ചുതരാം. എന്തായാലും നല്ലൊരു അടിപൊളി വ്ലോഗിന് ഇവിടെ ഒരു അവസാനമാവാണ്. മമ്മി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നാ? അപ്പൊ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടോക്കസ്ട്രി. ബൈ ബൈ.